ഇനിയും വൈൽഡ് കാർഡ് എഗെയിൻസ്റ്റ് ഹൗസ് മേറ്റ്സ് തന്നെയായിരിക്കും കേട്ടോ കളിക്കാൻ പോകുന്നത്. ഇന്ന് എനിക്ക് മസ്താനിയുടെ ആറ്റിറ്റ്യൂഡ് ഇന്നലെ തൊട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ നെഗറ്റീവ് ആയിട്ടുള്ള എനിക്ക് ഫീലാണ് വന്നത്. ആ ബോഡി ലാംഗ്വേജ് ഇന്നും ആ കുട്ടിയുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്, നോ ഡൗട്ട്. അതിന്റെ കൂടെ കൂടിയിട്ടുണ്ട് ലക്ഷ്മിയും കൂടി. ഞാൻ ലക്ഷ്മിനെ കണ്ടില്ലായിരുന്നു ഇന്നലെ പ്രൊമോയിലോ അതിന്റെ ആറ്റിറ്റ്യൂഡിലോ, അങ്ങനെ ഞാൻ കണ്ടില്ല. ഇന്ന് ലക്ഷ്മിയും മസ്താനിയും അവർ രണ്ടുപേരുടെ ആറ്റിറ്റ്യൂഡ്, ലാലേട്ടന് മുമ്പിലുള്ള ആറ്റിറ്റ്യൂഡൊക്കെ എനിക്ക് എന്തോ എന്തോ വല്ലാത്തൊരു ആറ്റിറ്റ്യൂഡ്. എന്താണ് ഞങ്ങൾ ഇത്ര മണി കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല എന്നൊക്കെ പറയാനായിട്ട് ആരാണ്? ഭയങ്കര മോശം. പിന്നെ ഇവരാണ് ശരത്തിനെയും അക്ബറിനെയും ടീം കൂടുന്നു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉള്ളൂ, അപ്പോഴേക്കും അവര് ടീമായി. മസ്താനിയും ലക്ഷ്മി ടീം. ഞാൻ ചോദിക്കട്ടെ, മസ്താനിയോട് വെസലിന്റെ ഇഷ്യൂസ് ചോദിക്കുമ്പം ലക്ഷ്മി എന്തിനാണ് അവിടെ? ലക്ഷ്മി മസ്താനിയുടെ ടീമിലും കൂടിയല്ല, വെസൽ ടീമിലല്ലല്ലോ. പിന്നെ എന്തിനാണ് ലക്ഷ്മിയോട് അഭിപ്രായം പറയാൻ പോകുന്നത്? പിന്നെ എനിക്ക് മനസ്സിലായില്ല, അതിന്റെ ഇടയ്ക്ക് അവർ പുറകെ നിന്നിട്ട് സ്ക്രീൻ സ്പേസ് വേണമെന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്തൊക്കെയോ ആക്കി. ലക്ഷ്മി ഉണ്ടല്ലോ, ലക്ഷ്മിയുടെ ആറ്റിറ്റ്യൂഡ്, ബോഡി ലാംഗ്വേജ് എനിക്ക് ഇപ്പൊ മസ്താനിനേക്കാളും മോശമായിട്ടാണ് തോന്നുന്നത്. മസ്താനിനെ പറയണ്ട, ഇന്ന് റെനനെ വിളിച്ചിട്ടുള്ള വാക്കുകളൊക്കെ ലാലേട്ടൻ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് കഷ്ടം തോന്നി. ഇന്നലെ ശരത്ത് പോയപ്പോ ഭയങ്കര വായായിരുന്നല്ലോ. എന്താണ് ശരത്ത് ചീത്ത പറഞ്ഞുകൊണ്ടാ പോയെന്ന്? അപ്പൊ മസ്താനിയുടെ വായിന്ന് എന്താ മുത്തുപൊഴിയായിരുന്നോ? ഇത് കേട്ടപ്പോഴല്ലേ മനസ്സിലായി, അവർ ആദ്യം സ്വയം നന്നായിട്ട് മറ്റുള്ളവരെ നന്നാക്കാം എന്ന് ബിന്നി പറഞ്ഞത് കറക്റ്റാണ്. മനസ്സിലായോ? അപ്പൊ മസ്താനി വലിയ സംഭവം ഒന്നും ആയിരുന്നില്ല. അപ്പൊ ഇന്ന് ലാലേട്ടിന് മുമ്പിൽ ഇവർ കാണിച്ച ആറ്റിറ്റ്യൂഡ് വളരെ മോശമായിട്ടാണ്. ഇവരിതേ കണ്ടിന്യൂ ചെയ്യും, ഈ ഗെയിമാണ് ഇവരെ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഇവര് ഇതേപോലെ തന്നെ എന്തൊക്കെ ടാസ്ക് ബിഗ് ബോസ് കൊടുത്താലും അക്ബർ ആൻഡ് ടീമിന് അഗെയിൻസ്റ്റ് കളിക്കാനാണ് ഇവരുടെ പ്ലാൻ. അത് മനസ്സിലായി. പ്രവീണിന്റെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്, ഈ രണ്ട് കുട്ടികൾ കേട്ടോ, ലക്ഷ്മിയും നമ്മുടെ മസ്താനിയും ചെയ്യാൻ പോകുന്ന അതേ ടാസ്ക്, അതേ സ്ട്രാറ്റജി ആയിരിക്കും. ഓക്കെ, ഇനി ഇവര് ഇതുപോലെ തന്നെ എല്ലാ ഇഷ്യൂസും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് ഏത് ടീമിൽ കയറിയാലും അവിടെ വർക്ക് മര്യാദക്ക് ചെയ്യുന്നില്ല. അത് മസ്താനി ചെയ്ത് അതല്ലേ, വെസലിൽ കയറിയിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത്, ശരിക്കും ഞാൻ വിചാരിച്ചിരുന്ന ലക്ഷ്മി ആദ്യം വന്നപ്പം ഷാനവാസിനോട് പറഞ്ഞു ഫുഡ് കിട്ടുന്നില്ല, അങ്ങനെ കിട്ടുന്നില്ല, ബഹളം ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കുട്ടിക്ക് നല്ലോണം കുക്ക് ചെയ്യാൻ അറിയായിരിക്കും, നല്ല വീട്ടമ്മയായിരിക്കും, ആ ഒരു ഇതിലാണ് വന്ന് പറയുന്നതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇന്നലെ മനസ്സിലായത് കുക്ക് ചെയ്യാൻ ഒന്നും അറിയാത്ത ആളാണ്. ആഹാ കൊള്ളാലോ. ഒന്നും അറിയില്ല, ഒരു സാമ്പാർ വെക്കാൻ പോലും അറിയാത്ത ആളാണ് കുക്കിംഗ് ടീമിൽ കയറാനായിട്ട് നിന്ന്. അപ്പൊ ലാലേട്ടന്റെ വായിന്ന് കേൾക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അറിയുന്ന പണിക്ക് പോയാൽ പോരെന്ന് ചോദിച്ചില്ലേ? അയ്യോ, അതിലും വലുത് എന്ത് കിട്ടാനേട്ടാ.